ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ നമ്മൾ എ സി കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ സ്വിച്ചിൽ കണക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മളിവിടെ എ സി ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്ലഗ് സോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് 16 ആംസിൻ്റെ ഒരു സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് സ്റ്റെബിലൈസർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കണക്ഷൻ പോകുന്നത് സ്റ്റെബിലൈസറിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റെബിലൈസറിൽ നിന്നാണ് എ സിയുടെ യൂണിറ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 16 ആംസിൻ്റെ ഒരു പ്ലഗ് സോക്കറ്റാണ് നമ്മളോട് എക്സ്ട്രാ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു പഴയ വീടായതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഓൾറെഡി പുറത്തേക്ക് നമ്മൾ കണക്ഷൻ ഇട്ടിട്ട് ഈ സ്റ്റെബിലൈസർ പുറത്താണ് വെക്കാറ്. അപ്പോൾ അതിൽ നിന്ന് വരിക്കുന്ന കണക്ഷൻസ്, ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്, അതായത് എ സിയുടെ പ്ലഗിലേക്ക് പോയിരിക്കുന്ന 2 വയറുകളുണ്ട്. ഫേസ് ന്യൂട്രും വരുന്നുണ്ട്. ആ 2 വയറുകൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ചിൽ നിന്ന് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കണ്ട. സ്വിച്ചിലേക്ക് ഇത് പോയിരിക്കുന്നത് ഈ വന്നിരിക്കുന്നത് രണ്ടും ഇന്നാണ്. ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന ഫേസ് ന്യൂട്രുമാണ്. ന്യൂട്രൽ ബ്ലാക്ക്, ഫേസ് നമ്മുടെ റെഡാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഡി പി സ്വിച്ചിൻ്റെ ഏറ്റവും എൻഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെയാണ് നമ്മൾ എ സിയിലേക്ക് പോകുന്ന ഔട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഔട്ടും കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സപ്ലൈ പോകുന്നത് എവിടെയാണോ, ഏതിലേക്കാണോ പോകുന്നത് അവിടെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിത് ഓൺ ചെയ്ത് നോക്കാം. 32 ആംസിൻ്റെ ഡി പി ആണ് കൊടുത്തിരിക്കുന്നത്. 32 ആംസിൻ്റെ ഡി പി കൊടുത്തതിന് ശേഷം ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന വയർ നമ്മൾ സ്വിച്ചിൻ്റെ മുകളിൽ കൊടുത്തു. അതായത് 2 ഫേസ് ന്യൂട്രും കൊടുത്തു. താഴെ എ സിയിലേക്ക് പോകേണ്ട ഫേസ് ന്യൂട്രൽ ഔട്ടും കൊടുത്തു. അവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആ 2 വയറിൻ്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാനുള്ള 2 വയറും കൊടുത്തത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ബ്ലാക്ക് വയറുണ്ട്, അതിൽ നിന്നും താഴെ നിന്നും മുകളിലേക്കും ഇപ്പുറത്തെ സൈഡ് റെഡ് കൊടുത്തിരിക്കുന്നുണ്ട്. ആ 2 സൈഡും താഴെ നിന്നും മുകളിലേക്കും സപ്ലൈ ഓൾറെഡി ഓൺ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യും. അതാണ് നമ്മുടെ നേരെ ഓൺ ചെയ്യുന്ന സമയത്ത് പൊസിഷൻ വരുന്നത്. നേരെ ഓൺ ചെയ്യുന്ന സമയത്ത് എ സിയിലേക്ക് സപ്ലൈ പോകും. അങ്ങനെയാണ് എ സി വർക്ക് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമില്ല, ഡി പി സ്വിച്ച് ഒരിക്കലും നമ്മൾ നോക്കി വേണം കൊടുക്കാനായിട്ട്. പല കമ്പനികളുടെ ഡി പി സ്വിച്ച് ചിലപ്പോൾ ഈ മുകളിൽ നിന്ന് മുകളിലേക്ക് ആയിരിക്കില്ല സപ്ലൈ പോകുന്നത്, സൈഡിൽ നിന്നും സൈഡിലേക്കായിരിക്കും പോകുന്നത്. ചില കമ്പനികളുടെ മാത്രമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഡി പി സ്വിച്ച് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ സ്വിച്ചിൻ്റെ കറക്റ്റ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ടോ, അതെങ്ങനെയാണെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നു. 1 വേ സ്വിച്ച് കാര്യങ്ങൾ പ്രശ്നമില്ല, ഡി പി സ്വിച്ച് ആയതുകൊണ്ടാണ്. കാരണം ഈ ഡി പി സ്വിച്ചിൽ ഫേസും ന്യൂട്രും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അല്ല കൊടുക്കുന്നതെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഫേസും ന്യൂട്രും ഒന്നിച്ച് ലിങ്ക് ആവാനും ഷോർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡി പി ട്രിപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡി പി സ്വിച്ച് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഡി പിയുടെ ബാക്ക് സൈഡ് നോക്കിയിട്ട് അതിൽ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡയഗ്രാം നോക്കി ക്ലിയർ ചെയ്യണം. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്ലഗ് സോക്കറ്റ് വന്നിരിക്കുന്നത്. പ്ലഗ് സോക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കണ്ടോ, നിങ്ങൾ അതിൻ്റെ പ്ലഗ് സോക്കറ്റ് നോക്കി അറിയാൻ പറ്റും. റൈറ്റ് സൈഡ് എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ലെഫ്റ്റ് സൈഡ് എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, റൈറ്റ് സൈഡ് കണ്ടോ. ഇപ്പോൾ നമ്മൾ തിരിച്ച് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ എൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഫേസ് വരുന്നത്, എൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ന്യൂട്രാണ് വരുന്നത്. മുകളിൽ ഏറ്റവും മുകളിലുള്ളത് എർത്തിൻ്റെ എംബ്ലമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലഗ് സോക്കറ്റ് കണക്ട് ചെയ്യുന്ന പ്ലഗിൻ്റെ സോക്കറ്റ്, അതായത് പ്ലഗിൻ്റെ സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഫേസ് വരേണ്ടത്, ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ന്യൂട്രൽ വരേണ്ടത്, മുകളിലായിട്ട് എർത്ത് വരണം. ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഡിവൈസിലും അങ്ങനെയാണ്. റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഫേസ് വരേണ്ടത്. ഫേസ് എന്ന് വെച്ച് നമ്മൾ ടെസ്റ്റർ കുത്തി കഴിഞ്ഞാൽ തെളിയുന്നതാണ് ഫേസ് വരുന്നത്. അതായിരിക്കണം എപ്പോഴും പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് വരേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എ സിയുടെ കണക്ഷൻസും എങ്ങനെയാണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so